ചണ്ടയും മദ്ദളവും കോൽക്കളിയും അങ്ങനെ എന്തൊക്കെയോ ദീനിനെ അനുവദിക്കാത്ത കുറേ കോലങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചാടിക്കളിച്ചു കൂട്ടുക. എന്താ റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ എന്ത് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ആണും ഇങ്ങോട്ടും ഒരു ഹറാമോ ഹലാലൊന്നും പരിഗണിക്കാതെ നമ്മളൊരു ആഹ്ലാദം എന്ന രൂപത്തിലാണ് ഉണ്ടാക്കി പേര് മുത്തനബിന്റെ ജന്മദിന ആഘോഷമാണെന്ന് വെക്കുക. എങ്ങനെ ഉണ്ടാവും? അവിടെ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും പറ്റൂല. അങ്ങനെ ഒരു ആഘോഷം ദീന അമ്മ അനുവദിച്ചിട്ടില്ല. ഹറാമ് ഹറാം തന്നെയാണ്, ഹറാമ് ഹറാം തന്നെയാണ്. ഇപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് നേരെ അങ്ങോട്ട് നോക്കാൻ കഴിയണില്ല. കണ്ണിന്റെ കാഴ്ച കുറവുകൊണ്ടല്ല, കാഴ്ച ഉണ്ടായതുകൊണ്ട്. കുറവാണെങ്കിൽ അങ്ങനെയാണ് നോക്കും, എനിക്ക് അവിടെ ഒന്നും കാണൂലല്ലോ. അവിടെയൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കാണുന്നതൊക്കെ പെണ്ണുങ്ങൾ തന്നെയല്ലേ? ഇല്ല സാർ, പെണ്ണുങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങോട്ട് നോക്കാൻ പറ്റൂലല്ലോ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കിയിരിക്കലും പറ്റൂല. പറ്റുമോ? അന്യാണുങ്ങളെ നോക്കിയാണ്ട് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നില്ല. നമ്മളെ പ്രസിഡന്റ് ഇടയിൽ പെണ്ണുങ്ങളെ കാണേണ്ട പ്രയാസം കൊണ്ടാണല്ലോ അങ്ങനെ ഇരിക്കണത്. അല്ല, അങ്ങനെയാണ് എല്ലാവരും ഇവിടുന്നാണ്ട് നോക്കിയ പെണ്ണുങ്ങളെ കാണുമല്ലോ. അങ്ങനെ തന്നെയല്ലേ? അപ്പം അത് പെണ്ണുങ്ങളാണ്ടും ഇങ്ങോട്ടും കാണല് തെറ്റായ സംഗതി. അത് വെറുതെ പറയല്ല, കാര്യം തന്നെയാണ് പറയണത്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടെ മറയില്ല ചോദിച്ചു. ഇവിടെ മറ ഉണ്ട്, കെട്ടുമ്പോൾ മറ ഉണ്ടായിന്, പിന്നെ കാണാനില്ല. കെട്ടുമ്പോൾ കുറേ ഉയരത്തിൽ അവിടെ മറ ഉണ്ടായിന്, പിന്നെ മറ കൊടുക്കാൻ പോയി. സംഗതിയിൽ ഹറാമ് ഹറാം തന്നെ കേട്ടോ. അത് മുത്തനബിൻ്റെ പേരിൽ ചെയ്താലും ഹറാമിൻ്റെ സംഗതി ഹലാലാവൂല. കുഞ്ഞാക്കിൻ്റെ ഒരു സംഭവം ഓർമ്മിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ പ്രമുഖനാണ്. മദീനത്തെ പള്ളിയിൽ അള്ളാഹിൻ്റെ റസൂൽ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളാണ്. അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് കടന്നു വന്നപ്പോൾ രണ്ട് ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മുത്തനബിയുടെ രണ്ട് ഭാര്യമാർ മുത്തനബിയുടെ കൂടെ ഇരിക്കണുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ അവിടുത്തെ കൂടെ രണ്ട് ഭാര്യമാരിയ്ക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തനബിയുടെ വീട്ടിലാണ്. ഈ സമയത്തിലാണ് ആ കൂട്ടത്തിലേക്ക്, ആ സദസ്സിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അവർ കണ്ണ് കാണാത്ത സ്വഹാബിയ, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് കടന്നു വരുന്ന കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ പത്നിമാരോട് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് പോകണം, നിങ്ങൾ അകത്തേക്ക് പോകണമെന്ന് ഭാര്യമാരോട് പറഞ്ഞപ്പോ ഭാര്യമാരോടൊന്ന് സംശയം ചോദിച്ചു, നബിയെ അവർക്ക് ഞങ്ങളെ കാണില്ലല്ലോ, കണ്ണ് കാണാത്ത സ്വഹാബിയല്ലേ, അബ്ദുള്ള എന്നവർക്ക് കണ്ണ് കാണൂലല്ലോ നബിയെ. ആ സമയത്ത് മുത്തുനബിയുടെ ചോദ്യം എന്താ? അഫഅംയാവാനി, നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തവരാണോ? നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തവരാണോ? നിങ്ങൾ അബ്ദുല്ലാഹിനെ കാണുന്നില്ലേ? അബ്ദുല്ലാഹിനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അങ്ങോട്ട് കാണലും തെറ്റല്ലേ? പത്നിമാർ ഉടനകത്തേക്ക് ഓടി ഒളിക്കുകയാ. പ്രിയമുള്ളവരെ, അതോടൊപ്പം നാം എല്ലാം കൂടി പറയാൻ പറ്റൂല എന്നുള്ളത് നമുക്ക് തോന്നാത്ത സംഗതിയല്ലേ? എന്നാലും പറയേണ്ടത് ബാധ്യത ഉണ്ടെങ്കിൽ പറയണ്ടേ? ആരെയും ആക്ഷേപിക്കല്ലോ. നല്ലൊരു നാടാണ്. ഞാൻ ഇവിടെ പറഞ്ഞു പോയി, നല്ല നാടും നല്ല ജനങ്ങളുമാണ്, നല്ല ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാം. ഈ കണ്ട പ്രായമുള്ള ആളുകൾ ഈ സമയത്തും പാതിര വരെ ഇവർ പരിപാടി ചെയ്യുന്നത് വരെ സ്റ്റേജിലുണ്ടാവും. ഞാൻ അവിടെ കേട്ടത് അങ്ങനെയാണ്. പാണ്ഡ്യശാലയിൽ പരിപാടി ചെയ്യുന്നവരെ പാതിര വരെ കഴിയുന്നത് വരെ ഈ കാരണന്മാരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു. വലിയൊരു സന്തോഷമായി. ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടാവും, വലിയ സന്തോഷം. എല്ലാവരും ഇത് കഴിഞ്ഞിട്ടേ പോകാനും പാടുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞൊരു കൂലിയിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു നാട്, വളരെ ആത്മീയതയുള്ള, നല്ല ജനങ്ങളുള്ള, മുത്തനബിയോട് വളരെയധികം മഹബത്തുള്ള ഇത്ര ആളുകളുള്ളൊരു നാട്. എനിക്ക് വളരെ സന്തോഷം. ഇവിടുത്തെ മൗലിദിൻ്റെ സദസ്സ് ഞാൻ അന്വേഷിച്ചു. നല്ല ആളുകൾ ഉണ്ടാവലുണ്ട് മൗലിദിന്. 12-ൻ്റെ അന്നൊക്കെ പള്ളി നിറയെ ആളാണ്. ഇത്രക്കും വലിയൊരു നല്ലൊരു നാട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തേണ്ടിയും പറയേണ്ടിയും ഒക്കെ ആളുകൾ പറയുമാണല്ലോ. ഇല്ലെങ്കിലില്ലേ പറയേണ്ടവർ പറഞ്ഞാൽ ഒക്കെ എല്ലാവരും തേഞ്ഞിട്ട് ഇപ്പം അള്ളാഹു താല ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയില്ല, ഏതായാലും ഉണ്ടാവില്ല. പിന്നെ ഒരു റസൂൽ ഇനി വരാനില്ലാണ്.
മുത്തുനബി വന്നിട്ട് ഞാൻ പറയില്ല, പിന്നെ അള്ളാഹ് ഇറങ്ങി പറയാന്നുള്ളതില്ല. പിന്നെ അള്ളാഹു താല ഓരോ ദൗത്യങ്ങൾ ഓരോരുത്തർ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിക്കപ്പെട്ടവർ ദൗത്യം വേണ്ട പോലെ നിർവഹിക്കല്ലാതിരുന്നാൽ, പറയേണ്ടവർ പറയാതിരുന്നാൽ അവരുടെ കുറ്റം അവരുടെ പെരടിയിലാണ്. പറയേണ്ടവർ പറയേണ്ടടുത്ത് പറഞ്ഞില്ല എങ്കിൽ അവരുടെ പെരടിയിൽ കുറ്റമുണ്ട്. റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അത് പറയുന്ന എനിക്കും എന്നെ പോലുള്ളവർക്കും നാടിന്റെ നേതൃത്വങ്ങളാകുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളതാ. റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ പടച്ചവനെ ഞങ്ങൾക്കറിയില്ല, വിവരമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരാൻ ഞങ്ങൾ പള്ളിയിൽ ഞങ്ങളെ മഹല്ലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആളെയാക്കിയിരുന്നു. അവർ പറയേണ്ടത് ഞങ്ങളോട് പറഞ്ഞില്ല അല്ലാ. അതിന്റെ പേരിൽ ഞങ്ങൾക്കുള്ള വാരി കൂടി അവിടത്തേക്ക് കൊടുത്തുകൊള്ളുക. അവർ അത് ആ വാരിയെല്ലാം കുറ്റങ്ങളെല്ലാം അവരുടെ ചുമലിൽ കെട്ടിവെക്കുക. ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾ മാസം മാസം ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഞങ്ങളെ നാടുകളിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളെ നാട്ടിലുള്ള ദീനിൽ വന്ന അരാജകത്വങ്ങൾ ഒളിച്ചു പറയാൻ ഞങ്ങൾ പീഠമൊരുക്കി, സ്റ്റേജ് ഒരുക്കി, അതിന് വേണ്ട സൗണ്ട് ഒരുക്കി, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞങ്ങളെ നാടിന്റെ ആത്മീയ നേതൃത്വത്തിൽ കയറിയിരുന്നവൻ കാര്യങ്ങൾ പറഞ്ഞില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം അയാളുടെ പെരടിയിലാണ്. കൊടുക്കേണ്ടത് മുഴുവനും അയാൾക്ക് കൊടുക്കുക. ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് നാട്ടിന്റെ കാരണവന്മാർ പറയുമ്പോ ഒഴിഞ്ഞു മാറാൻ ഒരവസരവും എനിക്കുണ്ടാവുകയില്ല. മുത്തുമുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, പറയേണ്ടത് പറയാൻ ബാധ്യസ്ഥനാണ്, കേൾക്കേണ്ടത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ സ്വീകരിക്കണമെന്ന് റബ്ബിന് മുന്നിൽ നിർത്തി ഞാൻ പറയുകയാണ്. റബ്ബ് താര നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അന്യ ആണുങ്ങൾ കൂടുന്ന സമയത്ത് ആണുങ്ങൾക്കിടയിൽ സ്ത്രീകൾ ആണുങ്ങളെ പോലെ രംഗത്തിറങ്ങുന്നത് ദീനിൽ വളരെ തെറ്റുള്ള കാര്യമാ. നിക്കാഹിന്റെ വേദിയിലായാലും കല്യാണ സദസ്സിലായാലും കല്യാണ മണ്ഡപത്തിലായാലും കല്യാണ വീട്ടിലായാലും നബിദിനത്തിന് വേണ്ടിയായാലും തെറ്റ് തന്നെയാ. സമസ്ത ഒരു കാലത്ത് പെൺകുട്ടികളെ ജാഥയിൽ കൊണ്ടുപോകരുന്ന് തെറ്റായി കണ്ടിരുന്നില്ല. കാരണം അന്ന് സമസ്തയിൽ 5ാം ക്ലാസ് വരെ അലൗഡുള്ളൂ. 5ാം ക്ലാസ് വരെ സമസ്ത അംഗീകരിച്ചിട്ടുള്ളൂ. അവിടുന്ന് അപ്പുറത്തേക്ക് മദ്രസയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. 5ാം ക്ലാസിന്റെ മുകളിലേക്ക് സമസ്ത ക്ലാസുകൾ അനുവദിച്ച അന്ന് ആ സമയം മുതൽ തന്നെ സമസ്ത വിലക്കിയൊരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ റാലി ഒരുക്കുമ്പോ പെൺകുട്ടികളെ റാലിയിൽ കൊണ്ടുപോകാൻ പാടില്ല. സമസ്തയുടെ തീരുമാനമാണ്. സമസ്തയിലെ ആലിമീങ്ങൾ മുഴുവനും ആ കുറ്റകൃത്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ പറയേണ്ടത് പറഞ്ഞിരിക്കുന്നു. റാലിയിൽ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല, സമസ്തയുടെ തീരുമാനമാണ്. സമസ്ത അങ്ങനെ തീരുമാനം ഉസ്താദ് ഉണ്ട്, സമസ്തയിൽ അങ്ങനെ തീരുമാനമുണ്ട്. പിന്നെ ഇനി സമസ്തയുടെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അങ്ങോട്ട് കെട്ടിവെക്കാൻ ഒരു അവസരമില്ല. നമ്മളുടെ പെരടിയിലാണ്. ഒന്നിനാത്രം പോകുന്ന വലിയ വലിയ പെൺകുട്ടികളെ കണ്ണും മോറും ഗജ്ജും കാലൊക്കെ തുറന്നിട്ട് കൊണ്ട് നടന്നുള്ള ആണുങ്ങൾക്ക് മുമ്പ് കാഴ്ച വെച്ചിട്ട് മറ്റുള്ളവരത് എണ്ണി പറയുന്നതിന് നമ്മളെങ്ങനെ കുറ്റക്കാരാകും? സമസ്ത നിരോധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ വേദി ഒരുക്കണ്ടല്ലോ. റബ്ബ് തആല നമുക്ക് പുറത്തു തരട്ടെ. നാം നമ്മുടെ മദ്രസയിൽ പഠിച്ച കുട്ടിക്ക് സമ്മാനം കൊടുക്കണം. നേതൃത്വം അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഉസ്താദ് പെൺകുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ സ്റ്റേജിൽ വെച്ച് കൊടുക്കണോ അതോ താഴത്ത് അവരുടെ രക്ഷിതാക്കൾ വിളിച്ചു കൊടുക്കണോ? നേതൃത്വം എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, എത്ര ചെറിയ കുട്ടിയായാലും ഒരു കുട്ടിയെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു സമ്മാനം കൊടുത്താൽ ആ കുട്ടിയെപ്പോലെ ആളുകളുടെ മുമ്പിൽ വന്ന് സമ്മാനം വാങ്ങാൻ ആഗ്രഹമുള്ള മക്കളുണ്ടാവും. അവരെ താഴെ നിർത്തി അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിളിച്ച് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഇന്നത്തെ കാലം പഴയ കാലത്ത് പോലെയല്ല, പഴയ കാലത്ത് പോലെയല്ല ഇന്നത്തെ കാലം. ഇന്ന് ചെറിയ മക്കളുടെ ബുദ്ധി ഇന്ന് പഴയ കാലത്തേക്ക് സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാരണവന്മാരുടെ ബുദ്ധിയാണ് ചെറിയ മക്കളുടെ തലയിലുള്ളത്. ചെറിയ മക്കളുടെ തലയിലുള്ളത് അവരുടെ വർത്തമാനങ്ങളും അവരുടെ തീരുമാനങ്ങളൊക്കെ കേട്ടാൽ നാം തലയെ കൈ വെച്ച് പോവും. അത്രക്കും വലിയ ബുദ്ധിയും തൻ്റെ അന്നത്തെ കുട്ടികൾക്ക്.
അപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ സ്റ്റേജിൽ കൊടുത്ത് സമ്മാനം കൊടുത്താൽ മറ്റുള്ള കുട്ടികൾ ആ കുട്ടിക്ക് കൊടുത്തില്ല. അവിടെ വയസ്സും പ്രായമൊന്നും മറ്റുള്ളവർ നോക്കൂല. രക്ഷിതാക്കളും അതിൻ്റെ പിന്നാലെ അവർക്കും ഉണ്ടാവും. എൻ്റെ കുട്ടീനെ മാത്രം സ്റ്റേജിൽ കയറ്റാൻ പറ്റൂല, ഓൻ്റെ കുട്ടീനെ സ്റ്റേജിൽ കയറ്റി. ഇങ്ങനെയൊക്കെ ഒരു സാമൂഹികമായ ഒരു വർത്തമാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പെൺകുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് സമ്മാനം കൊടുത്തോളി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള പറയേണ്ടത്. അപ്പൊ നേതൃത്വം നമ്മളെ മഹലിന്റെ കാരണവന്മാരെന്ത് ചെയ്ത് അവരുടെ ഭാഗം ക്ലിയറാക്കി. ഞാൻ അഥവാ സമ്മതം പറഞ്ഞാലോ അവരുടെ മേത്തുനിന്ന് കുറ്റം ഒഴിവായി. പറഞ്ഞ എനിക്കായി കുറ്റം, ഞാനാണ് സമ്മതം കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാനൊരു അവസരമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദര സഹോദരിമാരെ എല്ലാവരെയും അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. അപ്പോൾ എത്ര പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ മോശമാക്കിയല്ല, പെൺകുട്ടികൾക്ക് നമ്മുടെ ദീൻ കൊടുത്ത ബഹുമാനം എത്ര പെണ്ണുങ്ങൾക്ക്. ഇതൊക്കെ പെണ്ണുങ്ങളെ ഒരു 2ാം നമ്പർ ആക്കുകയാണെന്നുള്ളൊരു എന്താക്കും വിവേചനം പറച്ചിൽ നമ്മുടെ ഈ വർത്തമാനങ്ങൾ ചിത്രീകരിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മളങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ദീനിൻ്റെ കാര്യമായി പറയുക. ഇതല്ലേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ. പെണ്ണുങ്ങൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊന്നും പറയലല്ലോ ഇപ്പോൾ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വലാ തബറുജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖർന ഫീ ബുയൂതികുന്ന. ആയത്തിന്റെ തുടക്കം വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങള് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകള് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ജാഹിലിയ്യ കാലത്ത് ആണും പെണ്ണും ഒരുപോലെയാണെന്നുള്ളൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു കിതാബികൾ നശിച്ചതുപോലെ അവർ നശിക്കാനുള്ള കാരണം അവർ സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കിയതാണ്. അതുപോലെ എൻ്റെ ഉമ്മത്തിന്റെ നാശവും സ്ത്രീകളെ രംഗത്തിറക്കുന്നത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, നാം എൻ്റെ ഉമ്മമാരെ, പ്രിയമുള്ള സഹോദരിമാരെ, സ്നേഹമുള്ള ഉമ്മമാരെ, ഇത് ആരെയും ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതോ അല്ല. നാം നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മാത്രമാണ് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വേഷം ധരിച്ചാൽ ആ സ്ത്രീയുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, അള്ളാഹിന്റെ ശാപമുണ്ട്, അള്ളാഹിന്റെ മലായികത്തിന്റെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, ലക്ഷക്കണക്കായ അമ്പിയാക്കളുടെ ശാപം, എണ്ണമറ്റ ഔലിയാക്കളുടെ ശാപം, മുഴുവൻ സ്വാലിഹീങ്ങളുടെയും ശാപം അവരുടെ മേലുണ്ട് എന്നല്ല, റബ്ബിന്റെ മുഴുവൻ പടപ്പുകളുടെയും ശാപം ആ സ്ത്രീ കൊണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, ആണിന്റെ വേഷം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല 1-ാം നമ്പർ പാൻറ് ആണുങ്ങൾ ധരിക്കുന്ന പാൻറ്. പെരിയിൽ ഒരാണും ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു കൂട്ട് ഡ്രസ്സ് മതി, ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും. ഇത് ആണിനും അതന്നെ, പെണ്ണിനും അതന്നെ. ദീന് വളരെ കണിശമായി വിലക്കിയ കാര്യമാണിത്. ആണിന്റെ വേഷം പെണ്ണ് ധരിക്കലും പെണ്ണിന്റെ വേഷം ആണ് ധരിക്കലും അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാ, മലായികത്തിന്റെ ശാപത്തിന് കാരണമാ, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിന് കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, നമ്മുടെ പെൺമക്കൾക്ക് ചെറുപ്പം മുതലേ സ്ത്രീയുടെ വേഷം മാത്രമേ നമ്മുടെ മക്കളെ പരിചയപ്പെടുത്താവൂ. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് സ്ത്രീയുടെ വേഷം പരിചയപ്പെടുത്താവൂ. മദ്രസയിലേക്ക് അയക്കുന്ന പ്രായം മുതൽ അതുവരെ നമ്മുടെ വീട്ടിൽ കളിക്കുന്ന മക്കൾക്ക് വീട്ടിലെ സൗകര്യത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ കൊടുത്താലും മദ്രസയിലേക്ക് ആ ഖുർആൻ പിടിച്ച് മദ്രസയിലേക്ക് വരുന്ന കുട്ടിക്ക് ആ ഖുർആനിൽ പറഞ്ഞ ലഅനത്തുള്ള വേഷം ധരിപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് വിടല്ല. ഇന്ന് ഉസ്താദുമാർക്ക് ഇത് ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് പറയാൻ വയ്യ.
രക്ഷിതാക്കളെ വിളിച്ച് പറയാനും വയ്യ, കാലം ആ രൂപത്തിലല്ല ഇന്നുള്ളത്. പക്ഷേ ദീന പറയേണ്ടത് പറയണമല്ലോ, അറിയേണ്ടത് അറിയണമല്ലോ. ഇല്ലെങ്കിൽ ഇന്ന് ഈ സെക്കൻഡ് മുതൽ എത്ര സെക്കൻഡാ നമുക്ക് ജീവിതമുണ്ടെന്ന് ഉറപ്പില്ല. എന്നും നമ്മുടെ ജീവിതം അവസാനിക്കാം. അവിടുന്ന് അങ്ങോട്ട് ആഖിറത്തിന്റെ തുടക്കമാ. ആ ആഖിറത്തിന്റെ തുടക്കം മുതൽ അങ്ങോട്ട് അറ്റമില്ലാത്ത കാലത്തോ റബ്ബിന്റെ അദാബ് അനുഭവിക്കേണ്ടി വരും കേട്ടോ. റബ്ബ് താല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള ഉപ്പമാരെ, നമ്മുടെ പെരടിയിൽ നിന്നും അത് ഒഴിവായില്ല. നമ്മുടെ മക്കൾക്ക് ആൺവേഷം നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആൺവേഷം നമ്മളെ മക്കളെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലയനത്തിൻ്റെ ഭാഗത്ത് നമ്മളും ഉണ്ടാകും. ആ ശാപത്തിന് കാരണക്കാരായി നമ്മളും ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് പെൺകുട്ടിയോട് വേഷമേ ധരിപ്പിക്കാവൂ, നമ്മുടെ ഭാര്യമാർക്ക് പെൺകുട്ടിയോട് വേഷമേ ധരിപ്പിക്കാവൂ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ ഒരുമിച്ച് കൂട്ടരുത്. ആ ഹറാമിന് ആര് കാരണമായോ അവരും അതിന് ആ കുറ്റത്തിൽ അവരും പങ്കാളികളാകും. അല്ലാഹു തആല നമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ആത്മീയതയുള്ള നല്ലൊരു സൗന്ദര്യമുള്ള നാടാണ് ഈ നാടിൻ്റെ ആത്മീയ നിലനിൽക്കണം. ഒരുപാട് കാലം ഈ ആത്മീയ സൗരഭ്യം നമുക്ക് അനുഭവിക്കണം. നമ്മുടെ സന്താനങ്ങളിൽ സന്താന പരമ്പരയിൽ ഒരുപാട് കാലം ഈ ആത്മീയത നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ദീനിൻ്റെ പേരിൽ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. റബ്ബ് തആല നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രദേശത്തൊക്കെ ദീനിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാരെ, നമ്മുടെ നാട്ടിലും മൊത്തത്തിൽ ദീനിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാര്, റബ്ബ് തആല അവർക്ക് വളരെ ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആചാരൊക്കെ ഒരുപാട് പ്രായമായി, അവരൊക്കെ ഓടി നടക്കുന്ന ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. റബ്ബ് തആല ആഫിയത്തിന് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കുഞ്ഞാവാക്ക ഈ പ്രദേശത്ത് ദീനിന് വേണ്ടി വളരെയധികം ഓടി നടക്കുന്ന ആളാണ്. റബ്ബ് തആല അവർക്കും ഇതുപോലെ നമ്മുടെ കമ്മിറ്റിയിലുള്ള കാരണന്മാർ, നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബ് തആല ആഫിയത്തിനേറ്റി ഈ നാടിന്റെ എല്ലാ ആത്മീയ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ റബ്ബ് തആല നമുക്കും അവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്, ദീനിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയ ആളുകളുണ്ട്. നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. റബ്ബ് തആല എല്ലാവർക്കും വലിയ അനുഗ്രഹം നൽകി വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ നാട്ടിലെ രോഗികളായി വീടുകളിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എല്ലാ നിലക്കും സഹകരിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ വീടുകളിൽ രോഗികളായി കഴിയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. റബ്ബ് തആല അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫയും ആഫിയത്തും നൽകി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അവർക്കും നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ഗൾഫിലും നാട്ടിലും ഒക്കെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഈ പരിപാടികൾക്ക് നമ്മുടെ മഹല്ലിൽ കഴിഞ്ഞ പരിപാടികൾക്കും വരാനിരിക്കുന്ന പരിപാടികൾക്കൊക്കെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫുകാരായ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരായ ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരവരെ കൊണ്ട് കഴിയുന്നതിലുപരി ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അവർക്ക് ദുആ ചെയ്യുകയല്ലാതെ നാം എന്ത് ചെയ്യാനാണ്? റബ്ബ് അവർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഗൾഫിലൊക്കെ ജീവിക്കുമ്പോഴുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പറയേണ്ടതില്ല. നമുക്കറിയാം, നാം ഗൾഫിൽ കുറെ കറങ്ങിയത് കൊണ്ടല്ല, ഗൾഫുകാരുടെ സങ്കടങ്ങൾ നാം പലപ്പോഴും കേൾക്കുന്നതാണ്. ഹറമേനിയിൽ ജീവിക്കുന്ന ആളുകളിൽ പലരുടെയും വർത്തമാനം നമ്മൾ നേരിട്ട് കണ്ടതും അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞതുമാണ്. ഗൾഫിലുള്ള പല സുഹൃത്തുക്കളും അവരുടെ വിഷമങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ, നമ്മൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്ന അത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ പോലും അവരുടേതായ കുടുംബത്തെ മറന്ന്, അവരുടെ നഫ്സിനെ മറന്ന്, അവരുടെ മറ്റുള്ളത് മറന്ന് ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങൾ വളരെയധികം സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. റബ്ബ് തആല എല്ലാവർക്കും വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകി. അത് കാരണമായി നമ്മുടെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടും റബ്ബ് തആലയുടെ ജോലിയിലും സമ്പാദ്യങ്ങളിലും ഒക്കെ ഖൈറും ബറക്കത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയും അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മജ്‌ലിസിലുള്ള ഈ സ്റ്റേജിലുള്ള എല്ലാ പ്രായം ചെന്നവരും എല്ലാത്തവരുമായ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തിനേറ്റി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ
ഇതിനൊക്കെ പിന്നിൽ വളരെയധികം പ്രവർത്തിച്ച നമ്മൾ ഉസ്താദുമാർക്കൊക്കെയും അല്ലാഹു തആല വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ ഇത്തരത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങളും സേവനങ്ങളും അല്ലാഹു തആല കാരണമാക്കി ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ മജ്ലിസ് നമുക്കെല്ലാവർക്കും ആഖിറത്തിൽ വിജയിക്കാനും സ്വർഗം ലഭിക്കാനും കാരണമാക്കുന്ന മജ്ലിസാക്കി തരുമാറാവട്ടെ.